എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, റംസാൻ്റെ പെരുന്നാളിൻ്റെ വിഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ജമീല കൊണ്ടുവന്നത് കേട്ടോ. ഇതൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോകുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഇവർ കഴിച്ചു തീർത്തു. പിന്നെ കുറച്ചൊക്കെ ഞാനും കഴിച്ചു, വന്നവർക്കും പോയവർക്കും ഒക്കെ കൊടുത്തു. എന്നാലും ഒത്തിരി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജമീല വളരെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ, എല്ലാവർക്കും സ്നേഹത്തോടെ തരാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പം വിചാരിച്ചു കുറേ നാളായി ചിക്കൻ കറി വെക്കാതെ, ഒരു ചിക്കൻ കറി ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടുവൊക്കെ പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വറ്റൽമുളക് മുഴുവനോടെ കഴുകിയിട്ടിട്ടു. അതുകൂടാതെ കുറച്ച് സവോള എടുത്തിട്ടിട്ടു. അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന സമയത്തേക്കും ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളകും കൂടി ഒന്ന് ഇടിച്ചിട്ട് കൊടുത്തു. പിന്നെ അതാ 2 തക്കാളി ഞാൻ എടുത്തേ. 2 തക്കാളിയും തോലൊക്കെ കളഞ്ഞിട്ട്, ചിലപ്പോൾ ഈ തക്കാളിയൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് ചവയ്ക്കുന്ന പോലെ ചവയ്ക്കുന്നത്, അപ്പോൾ ഒരു ഇറിറ്റേഷനല്ലേ, അതുകൊണ്ട് തോലൊക്കെ കളഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി എണ്ണ ഒഴിക്കാതെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളറൊക്കെ മാറ്റി പിടിക്കുന്നവരെയൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തു. പിന്നെ കുറച്ച് ഇറച്ചി മസാലയിൽ ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ. അതെല്ലാം കൂടി ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. വെള്ളം ഒഴിച്ചില്ല കേട്ടോ. അപ്പോഴേക്കും ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ആയില്ലോ. അങ്ങനെ അതൊക്കെ നന്നായി ഞാൻ തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായി വെന്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെക്കാമെന്ന് നേരത്തെ ആലോചിച്ചു കേട്ടോ. അതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് തീ നന്നായിട്ട് കുറച്ചിട്ട് നന്നായിട്ട് അതങ്ങോട്ട് മിക്സ് ആക്കി കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് പിന്നെ ഒത്തിരി സമയം നമുക്കങ്ങോട്ട് വേവിച്ചാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല, അതൊക്കെ പിരിഞ്ഞു പോകും. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലോട്ട് തീ കുറച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂടി വെച്ച് സ്റ്റൗ ഓഫാക്കി കേട്ടോ. പിന്നെ അങ്ങനെ സ്റ്റൗവൊക്കെ ഓഫാക്കി കഴിഞ്ഞ് അടുത്ത പാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് ചിക്കൻ പീസും കൂടി വെച്ചിട്ടുണ്ട്. അങ്കിത്തൂട്ടാപ്പിക്ക് ചിക്കൻ ഫ്രൈ ആണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ കുറച്ച് ചിക്കൻ പീസാക്കിയത് കുരുമുളക് പൊടിയും, മുളക് പൊടിയും, മഞ്ഞൾപ്പൊടിയും, എല്ലാത്തരം പൊടികളൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ അങ്ങ് ഇട്ട് നന്നായിട്ട് മിക്സാക്കി അങ്ങനെ അത് ഫ്രൈ ആക്കി എടുക്കാൻ വെച്ച് കേട്ടോ. തീ നല്ലോണം കൂട്ടി വെച്ച് കുറച്ച് വെച്ച് ഇങ്ങനെ കുറേ സമയത്തെ അധ്വാനത്തിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാൻ സാധിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വെറുതെ നിൽക്കുമ്പോൾ ഇതിങ്ങനെ കടിച്ച് തിന്നാൻ വളരെ ടേസ്റ്റാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ്, ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത ചൂടാണ്. അങ്ങനെ കുറച്ച് ബത്തക്കായ എടുത്തു, അത് കട്ട് ചെയ്ത് അതിലോട്ട് ഞാൻ കുറച്ച് മേലെ കുറച്ച് പഞ്ചസാരയൊക്കെ അങ്ങോട്ട് വിതറി കൊടുത്തു കേട്ടോ. കുറച്ച് ഇപ്പോഴത്തെ ബത്തക്കായ്ക്കൊന്നും ഒരു മധുരമൊന്നും ഇല്ല. പിന്നെ അത് ഇച്ചിരിയും കൂടി മധുരമൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മധുരമൊക്കെ അങ്ങോട്ട് വിതറി ഞങ്ങൾ 2 പേരും കൂടി അങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു കപ്പ ഇരിക്കുന്നുണ്ട്. കപ്പ എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ആ കപ്പയും നന്നായിട്ട് കട്ടാക്കി ചെണ്ടമുറിയനാണ് കേട്ടോ ഇന്ന് വെച്ചിരിക്കുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് പുഴുങ്ങാനൊന്നും താല്പര്യപ്പെടില്ല. ചെണ്ടമുറിയൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന കേട്ടോ. അങ്ങനെ ചെണ്ടമുറിയൻ കപ്പ ഉണ്ടാക്കി. അങ്ങനെ കപ്പയും കച്ചമ്പറും ചിക്കൻ കറിയും ചോറും ഓരോരുത്തർക്കും അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് രാത്രി ആയതുകൊണ്ട് അങ്ങനെ ഒത്തിരി ഫുഡ് കഴിക്കാൻ പറ്റൂല. അങ്ങനെ കുറച്ച് കഴിച്ചു. പിന്നെ ഇത് രാവിലത്തെ വിശേഷമാണ് കേട്ടോ. രാവിലെ ഇന്ന് ഉണ്ടായത് വിസ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഡയാലിസിസ് കോഴ്സ് പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ വിസ്മയുടെ ബർത്ത്ഡേക്ക് വിസ്മയ ലഡു കൊണ്ടു തന്നായിരുന്നു കേട്ടോ. അങ്ങനെ ലഡു കൊണ്ടു തന്ന സമയത്ത് സ്മിതയുണ്ടായിരുന്നു, സ്മിതയുടെ അമ്മയുണ്ടായിരുന്നു, വിജിതയുണ്ടായിരുന്നു, ഉഷാമിസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ലഡു കഴിച്ചു. ലഡുവോടൊന്നും ഇപ്പോൾ ആർക്കും ഒരു താല്പര്യമില്ല. ഷുഗർ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ലഡു പേടിയാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ലഡു എന്ന് കേൾക്കുമ്പോൾ വായിലൂടെ ലഡു പൊട്ടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ലഡു ഒന്നും ആർക്കും ഒരു താല്പര്യമില്ല. ഭക്ഷണത്തിൻ്റെയൊക്കെ ഒരു കടന്നുകയറ്റ് അത് തന്നെ ഇതിൻ്റെയൊക്കെ സാരം. അങ്ങനെ അതിൽ വെറുതെ അമ്പിളി പോകുന്നുണ്ടായിരുന്നു. അമ്പിളിയോടും പറഞ്ഞൊരു ലഡു ഒക്കെ കഴിച്ചിട്ട് പോയി. അങ്ങനെ എല്ലാവരും കൂടി കഴിച്ചു. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കുഞ്ഞു വിശേഷം.